ഞാനിവിടെ നിന്ന് തിരിച്ച് ഗൾഫിൽ വന്നിറങ്ങുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അതിൽ കൂട്ടി വായിക്കാവുന്ന വിഷയമാണ്. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാൻ വന്നത് വണ്ടി ഒരു പിക്കപ്പ് വണ്ടി, ബാക്കിൽ സാധനങ്ങൾ കയറ്റാം, ബാക്കിയുള്ളൊക്കെ പാസഞ്ചറിന് പോകാമെന്ന് വണ്ടി. ആ വണ്ടിയിൽ അദ്ദേഹം വന്നിട്ട് എന്നെ കൊണ്ടുവരുന്ന ആ വ്യക്തിയുടെ പേരാണ് യൂസഫ് അലി. 77 നല്ലൊരു എമൗണ്ട് ഒരു 2-3 മാസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി. ലക്ഷങ്ങൾ എന്ന് പറയാവുന്നത് ഉണ്ടാക്കി. ഇനിയാണ് അതിൻ്റെ ക്ലൈമാക്സ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആൾക്കാർ കൂടി നമുക്കൊരു സിനിമ പിടിക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. ഇതൊരു സിനിമ കഥയല്ല. അദ്ദേഹം ബിഗ് സീറോ ആയി ആൾ നശിച്ചു പോയി എന്നുള്ളത്. ഒരാൾ ചോദിക്കുകയാണ്, എന്താ വന്നത്? എനിക്കൊരു 1000 ഉറുപ്പിക വേണം, മരുന്ന് വാങ്ങാനാണ്. മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഗൾഫിലാണ്. പിന്നെന്താ? ഇതാണ് സമൂഹത്തിൻ്റെ ചോദ്യങ്ങളും മനസ്സും. എനിക്ക് പറയാനുള്ളൊരു ഉപദേശമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് നമ്മൾ ഉള്ളത് മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ കുറേ ആൾക്കാർ നമ്മളെ പുകഴ്ത്താനുണ്ടാവും. പക്ഷെ നമ്മളിൽ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ആ പുകഴ്ത്തിയവർ തന്നെ നമ്മളെ തള്ളി പറയും. ഈ ദുബായിൽ വന്ന് അല്ലെങ്കിൽ UAE വന്ന് ചെറിയ രീതിയിൽ കച്ചവടങ്ങളൊക്കെ ആരംഭിച്ച് പിന്നീട് വലിയ സമ്പന്നന്മാരാകും, വലിയ ഗ്രൂപ്പുകളൊക്കെ ആയി മാറിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ലുലു ഗ്രൂപ്പൊക്കെ, MK ഗ്രൂപ്പൊക്കെ വളരെ ചെറിയ മട്ടിൽ ആരംഭിച്ച് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വലിയ വ്യവസായ ഗ്രൂപ്പായി അവരൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? ഒരു ലുലു മാത്രമല്ല, നിരവധി ഗ്രൂപ്പുകൾ. വളർച്ചയും തളർച്ചയും ഞാൻ ചുരുക്കി പറയാം. വളർച്ചയും കൊണ്ട് തളർന്നവരുണ്ട്. ഉണ്ട്. ഇവരെ നമ്മൾ ഒരു അനാലൈസിസ് ചെയ്യുകയാണെങ്കിൽ വളർന്നവരായാലും തളർന്നവരായാലും, വളർന്നവരെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ എന്നുള്ളത് ചിന്തിച്ച് ജീവിച്ചതുകൊണ്ടാണ്. തളർന്നവർ നാളെ എന്താണെന്ന് ആലോചിക്കാതെ അടിപൊളിയായി ജീവിച്ചതുകൊണ്ടാണ്. ഇതാണ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ. യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ഒരുപാട് എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെട്ടുള്ള ആളാണ് യൂസഫ് അലി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പറയാനും വിഷമമില്ല, സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ 2-3 കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് പുള്ളിയെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, വിൽ പവർ. 2, നാളെ എന്ന് ഇന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്. മറ്റൊന്ന്, പുള്ളിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള മേഖലയിലല്ലാത്തതിൽ പുള്ളി നോക്കില്ല, ആ മേഖല മാത്രം. ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ്. പിന്നെ പുള്ളിൻ്റെ എങ്ങനെ ഗ്രാഫ് വളർന്നു എന്ന് ഞാൻ കണ്ടത്, അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് പുള്ളി ജോലി ചെയ്തിരുന്നത് MK ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു. അത് അവരുടെ ഇനീഷ്യലാണ് MK. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുവൈറ്റ് വാർ വന്ന സമയത്ത് പുള്ളി ഒരു ഷോപ്പ് എടുക്കുകയാണ്, വലിയ ഷോപ്പ്. ഞങ്ങളൊക്കെ അന്ന് ഫാമിലിയെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. കെമിക്കൽ വാർ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് പേടിച്ച് വെള്ളങ്ങൾ, മിനറൽ വാട്ടർ പോലും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ആളുകളെല്ലാം തിരിച്ചു പോകുന്നു, ചെറിയ ചെറിയ ഷോപ്പുകൾ അടയ്ക്കുന്നു. ആ സമയത്ത് പുള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. അതാണ് വിൽ പവർ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്മാരോടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരായിട്ടും അവരുടെ വിഷമങ്ങളും ഇതൊക്കെ അറിയാവാനുള്ള ഒരു കഴിവ്. ഇതാണ് ഞാൻ മെയിനായിട്ട് പുള്ളിയിൽ കണ്ടത്. ഇത് തന്നെയാണ് ഗൾഫ് വാർ മൊഹമ്മദാലിയിലും ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മറുവശം പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പേര് പറയാൻ മോശമായിട്ടല്ല, പക്ഷെ അതിൻ്റെ സത്ത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പഠിക്കാവുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ അത് ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം പറയാണ്. അതിൽ പെട്ട ഒന്ന്, ഒരാൾ ഒരു സാധാരണ ഒരു ഹോട്ടൽ, വളരെ സാധാരണ ഒരു ഹോട്ടൽ വാടകയ്ക്ക് എടുത്തിട്ട്, ഒരു കണ്ണൂരുള്ള പാർട്ടിയാണ് അദ്ദേഹം, വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹവും അവിടെ പണിയെടുക്കുകയാണ്. എല്ലാ പണിയും പുള്ളി തന്നെയാണ്, പുള്ളിയും ചെയ്യും. അങ്ങനെ 1-2 പേരൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഹോട്ടലുകാരൻ. അത് കഴിഞ്ഞ് ആ ഹോട്ടൽ 6 മാസം കഴിഞ്ഞപ്പോൾ വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് തിരിച്ച് ഗൾഫിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു.
എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അതിൽ കൂട്ടി വായിക്കാവുന്ന വിഷയമാണ്. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാൻ വന്നത് വണ്ടി ഒരു പിക്കപ്പ് വണ്ടി, ബാക്കിൽ സാധനങ്ങൾ കയറ്റാം, ബാക്കിയുള്ളൊക്കെ പാസഞ്ചറിന് പോകാവുന്ന വണ്ടി. ആ വണ്ടിയിൽ അദ്ദേഹം വന്നിട്ട് എന്നെ കൊണ്ടുവരുന്ന ആ വ്യക്തിയുടെ പേരാണ് യൂസഫ് അലി, 77. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ എന്നെ ഷറഫുക്ക എന്ന് വിളിക്കുക. ഷറഫുക്ക, ഇവിടെ നിയമങ്ങൾ മാറിയിരിക്കണം, പൊതുമാപ്പ് തുടങ്ങിയിരിക്കുന്നു എമിഗ്രേഷൻ്റെ. അതുകൊണ്ട് എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ വിസയാവണം, അത് മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് ആളുകൾ തലേ ദിവസം പോയിട്ട് കിടന്നുറങ്ങും എമിഗ്രേഷൻ്റെ മുമ്പിൽ, ലൈൻ പിടിക്കും. അത്രയും കാലം എൻ്റെ ഓർമ്മയിൽ 3 മാസത്തേക്കാണ് അത് കൊടുത്തത്, 90 ദിവസമാണ്. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ എവിടെ വേണമെങ്കിലും വിസ മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുക്കും. ആദ്യമായിട്ട് പൊതുമാപ്പ് വന്നതാണ്. ഇവിടെ പറഞ്ഞു വന്നത്, ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂരുള്ള കക്ഷി ഈ എമിഗ്രേഷൻ്റെ ഏരിയത്ത് ഒരു ചെറിയ ക്യാൻറ്റീൻ എടുത്തു. അപ്പോൾ ആൾക്കാർ ലൈൻ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓരോരുത്തരും 200-ഉം 300-ഉം ഒക്കെ ദിർഹംസ് കൊടുത്തിട്ട് ഈ ലൈൻ നിൽക്കാതെ ഈ ക്യാൻറ്റീൻ എടുത്ത ആൾ കൊടുക്കും, ഈ ഫോംസൊക്കെ പൂരിപ്പിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് ലൈൻ നിൽക്കാൻ വേണ്ട, അദ്ദേഹത്തിന് ഒരു ഇതില്ല. ചായ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കൊടുത്താൽ 200-ഉം 300-ഉം വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് ഒരു 2-3 മാസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി. ലക്ഷങ്ങൾ എന്ന് പറയാവുന്നത് ഉണ്ടാക്കി. ഇനിയാണ് അതിൻ്റെ ക്ലൈമാക്സ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആൾക്കാർ കൂടി നമുക്കൊരു സിനിമ പിടിക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. ഇതൊരു സിനിമ കഥയല്ല. അദ്ദേഹം ബിഗ് സീറോ ആയി ആൾ നശിച്ചു പോയി എന്നുള്ളത്. അങ്ങനെയും ഒരു രൂപമുണ്ട്. മറ്റൊരു തളർന്ന ആളെ ഞാൻ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്വന്തക്കാർക്കും അനിയന്മാർക്കും വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെല്ലുമ്പോൾ മണലാരണ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് പച്ചക്കറിയും മറ്റും തലയിൽ ചുമടായിട്ട് കൊണ്ടുപോയിട്ട് ഓരോ വീടുകളിലും കൊണ്ടുപോയി വിറ്റിരുന്ന ഒരാളാണ്. അത്രയും കഷ്ടപ്പെട്ട ഒരാളാണ്. എല്ലാ അനിയന്മാരെയും നന്നാക്കി കൊണ്ടുവന്നു. ഒടുവിൽ അദ്ദേഹം ഒന്നുമില്ലാണ്ട് വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ കൈയൊഴിച്ചു. അങ്ങനെയുമുണ്ട്. പക്ഷെ അത് പിന്നെ ദൈവം അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി വിചാരിക്കാം. പക്ഷെ നേരത്തെ ആദ്യം പറഞ്ഞ ആളങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് നമ്മൾ ഉള്ളത് മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ കുറേ ആൾക്കാർ നമ്മളെ പുകഴ്ത്താനുണ്ടാവും. പക്ഷെ നമ്മളിൽ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ആ പുകഴ്ത്തിയവർ തന്നെ നമ്മളെ തള്ളിപ്പറയും. പിന്നെ നാളെ ഗൾഫ് ഇല്ലാതെ വരുമോ എന്ന് ആലോചിച്ചിട്ട് ആരും വിഷമിക്കേണ്ടതില്ല. പക്ഷെ നാളെ ഗൾഫ് ഇല്ലാതെ വന്നാൽ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം. ഈ ദീർഘകാലം ഗൾഫിലുണ്ടായല്ലോ. ഈ ഗൾഫ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന പോലെയല്ല, വലിയ കൂട്ടായ്മയുടെ കൂടി സ്ഥലം കൂടിയാണ്. ഒരു പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ പല ആളുകളെ ഇപ്പം തന്നെ നമ്മൾ ഒരു വലിയൊരു ഒരാളെ 34 കോടി രൂപയൊക്കെ കൊടുത്ത് രക്ഷിച്ചൊരു കഥയൊക്കെ അറിയാം. നിരവധി ആളുകൾ ചികിത്സാ സഹായം മറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ പല തരത്തിലുള്ള സോഷ്യൽ വർക്കുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും എനിക്ക് തോന്നുന്നു ഒരു 50 വർഷക്കാലത്തെ കേരളത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സാമൂഹികവും രാഷ്ട്രീയമായിട്ട് എല്ലാ ഇടപെടലും നടത്തിയ ആൾക്കാരാണ് ഗൾഫുകാർ. പക്ഷേ ഗൾഫുകാർക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അതിന് ആലോചിച്ച് മറുപടി പറയേണ്ടതില്ല, ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 69, 70, 71, 72 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം 75 വരെ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ഒരു മത നേതാക്കന്മാരാവട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ, മറ്റുള്ള സെലിബ്രിറ്റികളാവട്ടെ ഞങ്ങളെ കാണാൻ ഇവിടെ വന്നതില്ല. കാരണം ഞങ്ങളെ കാണാൻ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരേണ്ടി വരും. അതിനുശേഷമാണ് ഇതിൻ്റെ കുത്തൊഴുക്കുണ്ടായിട്ടുള്ളത്, ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ കുത്തൊഴുക്ക്. ഇന്നൊരു കാര്യം ഉറപ്പാണ്. ഇപ്പം ഇന്നാൾ ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടപ്പോൾ ഒരാൾ അതിൻ്റെ താഴത്ത് കമൻ്റ് എഴുതി, ഗൾഫിൽ പോയിട്ടുള്ള ഗുണം കൊണ്ട് അവരെ വീടിന് മാത്രമല്ല അവർ ഗുണമുണ്ടായിട്ടുള്ളൂ എന്ന്. ഒരിക്കലല്ല. അപ്പം ഞാൻ എടുത്ത വഴിക്ക് അതിന് മറുപടി കൊടുത്തു. അതൊരു സ്റ്റുപ്പിഡിറ്റി വർത്തമാനമാണ്. കാരണം ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഒരു വീട് പണിതാൽ എത്രയോ പൈസ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് വരുന്നുണ്ട്, എത്രയോ ആൾക്കാർക്ക് ജോലി വരുന്നുണ്ട്. അതുപോലെ ഇതിന് ഏറ്റവും വലിയ തെളിവ് കേരളം ഇത്രയും ഡെവലപ്ഡ് ആയത് ഗൾഫാണെന്നോ അല്ലാന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് ഈ സാമൂഹ്യ നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ മത നേതാക്കന്മാരോ കൊണ്ടൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു വന്നത്, അതിനുശേഷം
ഇന്ന് ഗൾഫുകാർക്ക് വേണ്ടി എന്ന് പറയുന്ന എന്തും ചെയ്തിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ അഭിപ്രായമാണ്. അഥവാ ഗൾഫുകാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗൾഫുകാരെ കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് അവരുടെ പണം കൊണ്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഗുണം കിട്ടാവുന്ന ഒന്നുമില്ല. കാരണം ചോദ്യം എന്തൊക്കെയാണെങ്കിലും ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഈ പ്രവാസി വകുപ്പായാലും നോർക്കയായാലും, ഞാൻ ഇന്നാൾ നോർക്കയുടെ ഒരു ഇതിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നോർക്ക ആയാലും അത് ചെയ്യുന്നത് ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗുണവും ചെയ്തില്ല. അതാണ് അവിടെ ഉള്ളൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാ രാഷ്ട്രീയം നല്ലവർ തന്നെയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പാവപ്പെട്ട, ഞാൻ പാവപ്പെട്ട എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിലല്ല, മറ്റേ മെൻ്റലി ആവട്ടെ ഫിസിക്കലി ആവട്ടെ എന്തെങ്കിലും ഒരു ടോർച്ചറിങ്ങിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്തു. ഇപ്പോൾ സാറ് ചോദിച്ചുകൊണ്ട് പറയാണ്, നേരത്തെ പറഞ്ഞ അബ്ദുറഹീമിൻ്റെ കാര്യം 34 കോടി പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്, അതിലേത് രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ഏത് മതസംഘടന 10 രൂപ കൊടുത്തിട്ടുണ്ടാവും? രാഷ്ട്രീയ സംഘടനയിലോ മതസംഘടനയിലോ ഉള്ളവർ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ അവർ ഞങ്ങളുടെ വകല, ഇന്ന സംഘടനയിൽ നിന്ന് ഇത്ര ഇല്ല. പക്ഷേ അത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഞങ്ങളെപ്പോലെയുള്ള പണ്ടുള്ള ആൾക്കാർ, ഞങ്ങളെക്കാൾ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഉള്ള ചെയ്യാതിരുന്നതിൻ്റെ ഒരു കോമ്പൻസേഷൻ ഇപ്പോൾ ഗവൺമെൻറ് ഈ ആൾക്കാർ ചെയ്യേണ്ടി വന്നതാണ്, അതിനെ കാണിച്ചതാണ് ഇപ്പോൾ ഈ സംഭവം. അത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് അബ്ദുറഹീന്മാർ അവിടെ കിടക്കുന്നവരുണ്ട്, അതേപോലെ കഷ്ടപ്പെട്ടവരുണ്ട്, തെറ്റ് ചെയ്തിട്ട് കിടക്കുന്നവരുണ്ട്, തെറ്റ് ചെയ്യാതെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇനിയുള്ള കാലെങ്കിലും, നമ്മൾ പറയാറുണ്ടല്ലോ, ഇറ്റ് ഈസ് ടു ലേറ്റ് ബട്ട് ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ എന്ന് പറയണ പോലെ, ഇനിയെങ്കിലും ഇത്തരത്തിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇത് വെറുതെ പറയാമെന്നുള്ളൂ, ഞാനല്ല, ഞാൻ പറഞ്ഞാലും വെറും മനരോധനായിട്ട് മാറുന്നറിയാം, പക്ഷേ എങ്കിലും പറയാണ്ട് പറ്റില്ല. ഞാൻ മരിച്ചു പോയാലും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അതെന്താണ്? പ്രവാസികൾക്ക് വോട്ട് വേണം. ഇന്ന് എൻ്റെ അറിവിൽ ഇന്ത്യയേക്കാൾ വളരെ എല്ലാ അർത്ഥത്തിലും വളരെ താഴ്ന്നു നിൽക്കുന്ന ഫിലിപ്പൈൻസിൽ പോലും ഇന്ന് അവർ അവിടെ എംബസിയിൽ വോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന് മോഡേൺ ടെക്നോളജി ആയി കഴിഞ്ഞു. അത് ചെയ്യാത്തടത്തോളം കാലം ഇത് വെറുതെ പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതം ഹോമിച്ചിട്ടുണ്ട് അവിടെ. 10-40 വർഷക്കാർ അവരുടെ നല്ല കാലത്ത് 10-20 വർഷത്തിലൊക്കെ 20ാമത്തെ വയസ്സിലൊക്കെ ഗൾഫിന് പോയി 60 വയസ്സ് വരെയൊക്കെ ഗൾഫിൽ ജീവിച്ച് അവസാനം ആർക്കും വേണ്ടാതെ ബന്ധുക്കൾക്കും വേണ്ടാതെ ഒക്കെ തിരിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട്, ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്ത ആൾക്കാർ. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഗൾഫിൽ നിന്ന് ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 4 പാർട്ടായിട്ടാണ് ഞാൻ ഗൾഫുകാരെ കാണുന്നത്. ഒന്ന് പ്രീ ജേണി, അവരവിടുന്ന് പോകുന്ന ഇതിന് മുമ്പുള്ള കേരളത്തിൻ്റെ ചരിത്രം. ഇത് കേരള ചരിത്രത്തിന് അത്ര വലിയ ചരിത്രങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ആ കാലം ഒരു 65 മുൻപുള്ള കേരളം എന്തായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന്, അതിൻ്റെ ഒരു 50 കൊല്ലത്തിൻ്റെ ആ സ്പാനിൽ ഉള്ള ഗ്രാഫല്ല പിന്നീടുണ്ടായത്. പിന്നെ പെട്ടെന്ന് ഏകദേശം ഒരു ജംബോ പോകുന്ന പോലെയാണ് പിന്നെ ഉണ്ടായത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കുണ്ടായിരുന്ന ആ ഗൾഫിലെ യാത്ര, അത് കഴിഞ്ഞ് ഗൾഫ് ജീവിതം, ഇപ്പോൾ റിട്ടയേർഡ് ലൈഫ്. ഈ റിട്ടയേർഡ് ലൈഫ് നോക്കുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ആരോഗ്യം, അവരുടെ പ്രായം, അവരുടെ മനസ്സ്, ഇതിനുള്ള ഒരു തിരിച്ചടവ് കൊടുക്കേണ്ടത് ഈ സമൂഹമാണ്. ഈ സമൂഹം എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് വരും, ഒരു സംശയമില്ല. അപ്പോൾ അത് ഇവരുടെ ഒരു കടമയാണ്, അല്ലാണ്ട് അവരുടെ ഒരു എന്താ പറയുക ഒരു ഔദാര്യം എന്ന് പറയാൻ പറ്റില്ല. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2-3 കാര്യത്തിലാണുള്ളത്. ഒന്ന്, അവരുടെ ആരോഗ്യപരമായ കാര്യം. എല്ലാവരും കഴിവുള്ളവരാവണമെന്നില്ലല്ലോ, അപ്പോൾ അതിനുള്ളൊരു സംവിധാനം. 2, അവരുടെ മാനസികമായ സംഘർഷങ്ങൾ. ഈ മാനസികമായ സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരു ടൂറ് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അതല്ല, മാനസികമായിട്ട് അവർക്ക് ഒരുപാട് ഇതുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 4ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് 70 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ ഈ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ട ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സീനിയർ സിറ്റിസൺ. അത് കൂടാതെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
അത് ഗവൺമെൻറ് ചെയ്യാത്തത് അല്ലെങ്കിൽ സമൂഹം ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നത് എന്താണെന്ന് അറിയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒറ്റ ചോദ്യത്തിൽ നിന്ന് കാര്യം മനസ്സിലാവും. ഒരാൾ ചോദിക്കുകയാണ്, എന്താ വന്നത്, എനിക്കൊരു 1000 ഉറുപ്പിക വേണം, മരുന്ന് വാങ്ങാനാണ്. മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഗൾഫിലാണ്. പിന്നെന്താ? ഇതാണ് സമൂഹത്തിൻ്റെ ചോദ്യങ്ങളും മനസ്സും. അപ്പോൾ അയാൾ ഗൾഫിലായിരുന്നു അല്ലെങ്കിൽ മകൻ ഗൾഫിലാണ് എന്ന് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് ശരിയല്ല. അതിനുള്ളൊരു സർവേ അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം സമൂഹം എല്ലാവരും വരിയിട്ട് കൊടുത്തിട്ട് അവരെ രക്ഷപ്പെടുത്തുന്നതല്ല. ഒരു മെൻ്റലി സപ്പോർട്ട് ഉണ്ടല്ലോ, അതുപോലും ഇന്ന് പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് കേൾക്കുമ്പോൾ സാറും വിചാരിക്കേണ്ട, കേൾക്കുന്ന പ്രേക്ഷകരും വിചാരിക്കേണ്ട ഈ ഷെരീഫിക്കാക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന്. ദൈവത്തിനോട് താങ്ക്സ്, എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് ആളുകളെ കുടുംബമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതെ, ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഒരു കാലത്ത് ഒരുപാട് പണം ഗൾഫിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നു. പലരുടെയും പേരില്ല, ഭാര്യയുടെ മക്കളുടെയൊക്കെ പേരിൽ അയച്ചു കൊടുത്തത്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്നുമില്ല. വീടില്ലാത്തവരായുണ്ട്, ഒരു സെൻറ്റ് സ്ഥലമില്ലാത്തവരുണ്ട്, 5 പൈസ പോലും അക്കൗണ്ടിൽ ഇല്ലാതായി പോയവരുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ, ചതിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം ബന്ധുക്കളാൽ തന്നെ ചതിക്കപ്പെട്ട ഒരുപാട് ആളുകൾ. അവരൊക്കെ എല്ലാ കാലത്തും നല്ല കാലത്ത് കറവ പശുക്കളാക്കി മാറ്റി എന്നുള്ളത് വലിയൊരു സംഭവം കൂടി ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു സംരക്ഷണം കൂടി സർക്കാർ കുറച്ചും കൂടി സീരിയസ് ആയി എടുക്കേണ്ടതെന്നല്ലേ ചോദിച്ചത്. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരുകൾ മാറി മാറി വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു UDF ആണ്, അല്ലെങ്കിൽ നാളെ LDF ആണ്, അല്ലെങ്കിൽ അതല്ല സർക്കാർ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് BJP ആണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം എന്നുള്ളത് വിട്ടുകൊണ്ട് രാഷ്ട്രീയത്തെക്കാൾ മുൻപ് രാഷ്ട്രീയം ഒരു എന്താ പറയുക നിയമനിർമ്മാണ സഭയാണ്. അവർക്ക് നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിലും അത് അനുസരിക്കുന്ന ഒരു മേജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ പുറത്തുണ്ട്. അതാണ് സമൂഹം. അപ്പോൾ ഈ സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാരുടെ കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് എവിടെയുമുള്ള എൻ്റെ ആവശ്യം. അതാണ്. അതിനുവേണ്ടി ഞാനൊരു ഒറ്റയാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊന്നുമല്ല. ഞാൻ എഴുതുന്നത് മുഴുവനും ആ ഒരൊറ്റ കാര്യമാണ്. എഴുതുമ്പോൾ അത് കൂടെ എഴുതുന്നത് അത് എനിക്ക് കൂടി അവകാശപ്പെട്ടത് വാങ്ങുന്നത്, എൻ്റെ റൈറ്റിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങി കഴിക്കുന്നതോ ചെയ്യുന്നതോ തെറ്റൊന്നുമില്ല, നാണക്കേടുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എനിക്കല്ല എൻ്റെ ആവശ്യം. അത് ഒരുപാട് അതിന് വേണ്ടി ഒരു സംഘടന ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി അങ്ങനെയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ്റും സമൂഹവും അതോടൊപ്പം ഈ സമൂഹം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നതും അല്ലെങ്കിൽ അനുഭവിക്കുന്നതിനുള്ള മക്കളും ഉണ്ടാവാം, അല്ലെങ്കിൽ ബന്ധക്കാരുണ്ടാവാം. നേരത്തെ സാറ് പറഞ്ഞതുമായി തന്നെ അതിൽ കുറച്ച് കുറ്റക്കാർ ഈ ഗൾഫിലുള്ള സമയത്ത് നാളെ എന്ന് ചിന്തിക്കാതെ ചെയ്തവരാണ്. പക്ഷേ അങ്ങനെ ഒരു അബദ്ധം അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇനി പോട്ടെ, അവർ സ്വയം അത് നശിപ്പിച്ചതാണെന്ന് ചോദിച്ചു. ഫോർ എക്സാമ്പിൾ, അവർ മോറലായിട്ടോ ഇമ്മോറലായിട്ടോ അവർ നശിപ്പിച്ചതാണെങ്കിലും ഇനിയുള്ള അവരുടെ ലൈഫിന് 70 വയസ്സ് കഴിഞ്ഞ അവരുടെ ലൈഫിനെ സുരക്ഷിതമായിട്ട് നമ്മൾ സാധാരണ പറയാമല്ലോ, സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഈ സമൂഹവും ചെയ്യണം എന്നുള്ള അഭിപ്രായം. കാരണം അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. തീർച്ചയായും. കാരണം അവരെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സർക്കിളിൽ നിന്നുകൊണ്ടുള്ള ഗുണം അനുഭവിക്കാത്ത ഒരു മനുഷ്യനുമില്ല. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നൊക്കെ പറയുന്നു. അല്ലാതെ ഈ സാമ്പത്തികമായുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞാണ് അവർക്കൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ പോലെ അവർക്ക് പിന്നീട് തിരിച്ചു വന്ന് ലാസ്റ്റ് കാലത്ത് സുഖമായി ജീവിക്കാനുള്ള ചില സൗകര്യങ്ങൾ, അതായത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. അതായത് അവർക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു യൂസ്വലിയുടെ കാര്യം പറഞ്ഞു. യൂസ്വലിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് അല്ലാതെ മറ്റൊരു ബിസിനസ്സിലേക്ക് ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആൾക്ക് കാരണം ജനറ്റിക്കായിട്ട് അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ ഗൾഫിൽ ഇപ്പം സാറ് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ശരിക്കും എക്സാമ്പിൾ പറയാം. എൻ്റെ മനസ്സിൽ കാണുന്നൊരു ചിന്തയാണത്. ഗൾഫിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 2 മാസം വെക്കേഷൻ ഉണ്ട് അവർക്ക്, ഈ നോമ്പ് ടൈമിൽ ഈ സ്കൂൾ സ്റ്റുഡൻസിന്. ആ സമയത്ത് ഈ ഷെയ്ഖുമാർ ചെയ്തതിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാങ്കിൽ ആ കുട്ടിക്ക് ഏതിനോടാണോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റുള്ള ഫീൽഡിലുള്ള ഓഫീസിൽ ഇവരെ കൊണ്ടുവന്നിരുത്തുന്നു. ഇവർക്ക് വേണ്ട സാൻഡ്വിച്ചും ഭക്ഷണവും പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇരിക്കുന്ന ഓഫീസർ ഒരു മലയാളി ആണെന്നുണ്ടെങ്കിൽ മലയാളിക്ക് ഒരു 1200 ദിർഹംസ് ശമ്പളമാണെന്നുണ്ടെങ്കിൽ അവന് 2000 കൊടുക്കുന്നു പോക്കറ്റ് മണിയായിട്ട്. എന്തിന്? അവൻ ആ കാറ്റഗറി പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്.
അത്തരത്തിൽ ഈ പറഞ്ഞ റിട്ടയർഡായിട്ട് വന്നിട്ടുള്ള ആളുകൾ അവർക്കൊരു ഒരു ഒരു ഷോപ്പ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയുള്ളത് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ അവർക്കൊരു ഹോട്ടലിനെ പറ്റി അറിയാം എന്നാൽ വേണ്ട ഒരു ടെക്സ്റ്റൈൽ, അത് പാടില്ല. അവർക്ക് ഏത് ട്രേഡിലേക്കാണ് അവർക്ക് ഇഷ്ടം ആ ഇതിലേക്ക് കൊടുക്കുക. ഇനി ഒന്നും വേണ്ട, അവർക്ക് വായനപ്രിയന്മാരാണ് എന്നാൽ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവർക്ക് എന്തിനോടാണോ ഇഷ്ടം അതിലേക്ക് ഇനിയുള്ള റിട്ടയർഡ് ലൈഫ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ദീർഘകാലം ഗൾഫിലുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം ഗൾഫിൽ ഒരുപാട് മറക്കാനാവാത്ത ഒരുപാട് സംഭവമുണ്ട്, ഒരുപാട് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം ജീവിതം കരുപ്പിടിക്കാൻ വേണ്ടി അവിടെ എത്തിപ്പെട്ട് വലിയ അപകടത്തിലൊക്കെ പെട്ട് ഇല്ലാതായിപ്പോയി ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഇത്തരത്തിൽ മറക്കാനാവാത്ത നിരവധി സംഭവങ്ങളുണ്ടാവും. 2 എണ്ണം ഞാൻ കണ്ടത് നേരിട്ട് കണ്ടതാണ്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് വളരെ ദൂരത്തു നിന്ന് ഒരു തീ ഇങ്ങനെ കത്തുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെയ്ക്കിൻ്റെ വയർലെസ്സിലേക്ക് മെസ്സേജ് വന്നു, വണ്ടി കത്തുന്നുള്ളത്. അങ്ങനെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുള്ളിൽ ഭയം. കാരണം ഒരു കൊലപാതകമോ ആക്സിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ വിറ്റ്നസ് ആവോ, ഇവിടുത്തെ പോലെ അല്ലല്ലോ, ഊരി പോരാൻ എളുപ്പമല്ല എന്നുള്ള ഒരു പേടി. അങ്ങനെ ഷെയ്ക്ക് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു പോയി അന്വേഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ കണ്ടതെന്ന് വെച്ചാൽ 2 ഡെഡ് ബോഡി കൈബല് അടയാളിട്ടിട്ട് ടാഗ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാൾ 2 ദിവസം മുമ്പ് ഷെയ്ഖിൻ്റെ അടുത്ത് വന്നിട്ട് ജോലി അന്വേഷിച്ച് വന്നൊരാളാണ്, ഒരു മലയാളി. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് മോർച്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിറ്റേന്ന് ഞാൻ ഷെയ്ഖിൻ്റെ പെർമിഷനോട് കൂടെ അവിടുത്തെ മേജറിനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് ഒരു ഡെസർട്ടിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുക. അപ്പോൾ ഈ റോഡാണെങ്കിൽ ടാറിങ്ങല്ല, വളരെ ബുദ്ധിമുട്ടുള്ള റോട്ടിലൂടെ പോയി ഒരുപാട് ദൂരം പോയപ്പോൾ ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുന്ന സമയത്ത് ഈ വണ്ടി തല മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഞാനവിടെ ഇറങ്ങി നോക്കുമ്പോണ്ട് ഇതിൻ്റെ 1-2 ഷൂ ഒക്കെ അങ്ങോട്ട് തീയോട് കൂടെ അകത്ത് തീ കത്തി കിടക്കുന്നുണ്ട്. ഉള്ളിലൊരു ഡെഡ് ബോഡി കിടക്കുന്നു, വീണ്ടും 3ാമത്തെ ഡെഡ് ബോഡി ആകെ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ആകെ പേടിച്ചു. പ്രത്യേകിച്ച് ഒരു മനുഷ്യ കുഞ്ഞില്ലാത്ത സ്ഥലമല്ലേ. ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ഷെയ്ഖ് പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ മഫ്രക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ആ ഡെഡ് ബോഡി 3rd ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോയി. ഇതാണ് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ അത് മറവ് ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോൾ ഈ മരിച്ച ആളുടെ ഭാര്യയുടെ ഉപ്പ വന്നു. അദ്ദേഹം അതിലേക്ക് നിന്നിട്ട് കരച്ചിൽ കണ്ടപ്പോൾ ഞാനും നെഞ്ഞുപൊട്ടി പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം നമുക്കുണ്ടല്ലോ. അങ്ങനെ അതാണ് ഒരു സംഭവം. 2ാമത്തെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നിരിക്കും. 2 സംഭവമാണ് എനിക്ക് മെയിനായിട്ട് ഓർമ്മ വന്നത്. അബുദാബിയിൽ നിന്ന് ദുബൈയിലോട്ട് ഞാൻ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ അത് 1 വേ ആണ്. ഇപ്പോഴത്തെ പോലെയുള്ള 8 വരിയോ 6 വരി അങ്ങനെയൊന്നും ഇല്ലാത്ത കാലം, പണ്ടത്തെ കാലം, നടിയൊരു മീഡിയ ഒന്നും ഇല്ലാത്ത കാലം. അപ്പോൾ മഫ്രക്ക് കഴിഞ്ഞിട്ട് മഫ്രക്കിൽ നിന്ന് വലത്തോട്ട് പോകുന്നതാണ് ഖത്തർ ബഹർ, ആ വഴിക്കുള്ള റോഡ്. നേരെ പോകുന്നത് അലൈൻ, ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ദുബൈയിലോട്ട്. അന്ന് അബുദാബി പുതിയ എയർപോർട്ട് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ മഫ്രക്ക് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോണ്ട് ഒരു പോലീസ് വണ്ടി വളരെ പതുക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ചൊന്ന് സ്പീഡ് കുറച്ചു. വളരെ പതുക്കെ എന്ന് വെച്ചാൽ അത്ര പതുക്കല്ല പോകും. പെട്ടെന്ന് കാണുന്നത് അതിൻ്റെ മുകളിലത്തെ ലൈറ്റ് ഇടുന്നതാണ് പോലീസിന് വണ്ടി. ഇന്ന് മാത്രമല്ല ഭയങ്കര സ്പീഡ് പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് എവിടെയോ ആക്സിഡൻ്റാണ്. ഞാൻ അത്ര സ്പീഡിലും ഒരുവിധം ചെന്ന് കാണുന്നത് വണ്ടി മറിഞ്ഞിട്ട് കുറേ ആൾക്കാർ നിനക്കെടുക്കുന്നതാണ്. അപ്പോൾ നടുവിൽ 1-2 പേർക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ കരുതിയത് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതാണ്, കാരണം ബ്ലഡൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് മറ്റാളെ കൊണ്ടുപോ, ഇത് ആൾ മരിച്ചു എന്ന് അറബിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ആ മരിച്ച ആൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരു മലയാളി ഒരു ടെമ്പോ കൊണ്ടുവന്നു സാധനങ്ങൾ ഇറക്കാനായിട്ട്. പോകുന്ന പോക്കിൽ അയാൾ ആ നാട്ടിലത്തെ ഒരാൾ, അയാളുടെ നാട്ടുകാരൻ ലീവിന് പോയിട്ട് മടങ്ങി വന്നതാണ്. നമുക്കെന്താ ദുബൈക്ക് പോകാമെന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയതാ, അയാളാണ് മരിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഹിസ്റ്ററി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ച് ദുബൈയിൽ നിന്ന് അബുദാബിക്ക് വരുന്ന നേരത്തെ രാത്രിയാണെങ്കിൽ ഭയന്നിട്ടാണ് ഞാൻ വന്നിരുന്നത്.
അപ്പം അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്.